എടേ പ്രിയതമേ, അല്ലേലും എനിക്കറിയാം മകനെ കണ്ടാ നീ എന്നെ മറക്കുമല്ലോ. ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടിയതിന് വീട്ടുകാർ വന്നില്ലേ കുറെ. ഒടുവിൽ കെട്ടിയവനും ചത്ത് മാനം നോക്കി കൈക്കുഞ്ഞുമായിരുന്നപ്പോ ആ കൈ പിടിച്ചോണ്ട് നടന്നവനാ ഞാൻ. നിന്റെ മനസ്സറിയാഞ്ഞിട്ടല്ല, ഇവന്റെ ഈ സ്വഭാവത്തിന് മകനാണെന്നും പറഞ്ഞ് എന്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ അത് വേണോ? അങ്ങനെയാണോ എന്നെ പറ്റി കരുതിയ? ഒന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ടാ ഇവൻ എന്റെ വയറ്റിൽ പിറന്നു പോയില്ലേ. അച്ഛന്റെ സ്ഥാനം പോലും വാഴില്ലെന്ന ജാതകത്തില് അതാ എനിക്ക് പേടി. ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. ഉറക്കം ഞാൻ ഇന്ന് മതിയാക്കും. ഇപ്പൊ കേൾക്കാം നിനക്ക്. ഓ എഴുന്നേറ്റ രാജകുമാരി, കോഴികളൊക്കെ ഞാൻ തുറന്നു വിട്ട്. പോയി ആ ആടുകൾക്ക് വെള്ളം കൊടുക്കടി. അവിടെ ഒരു ഉറക്കം. ഓ കോട്ടങ്ങി, ഈ ഒടുക്കത്തെ കൊല എന്നാ ഒന്ന് അവസാനിക്കാവോ? കെട്ടിയെടുക്കുമ്പോ എന്താ പറഞ്ഞേ? രാവിലെ തന്നെ എന്റെ വായിന്ന് വല്ലതും കേൾക്കാൻ നിൽക്കണ്ട. ആ ഹലോ കുമാര, രാജപ്പൻ എഴുന്നേറ്റോ? ഇല്ല, നല്ല ഉറക്കാ. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അവ ഉറങ്ങിക്കോട്ടെ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ വെക്കട്ടെ. രാജപ്പാ, എണീക്കടാ. നിന്റെ തലയുടെ ഫോണുണ്ടായിരുന്നു, ഇനിയും വിളിക്കും. രാധയുടെ കല്യാണം ഉറച്ചത്രേ. എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാ അവള്. നമുക്കൊന്നും കല്യാണം പറഞ്ഞിട്ടുമില്ല. അതിനും മിടുക്ക് വേണം. ആണുങ്ങളെ കണ്ണും കൈയും കാട്ടി മയക്കാനും തട്ടിയെടുക്കാനും വിരുതുണ്ടായ കല്യാണവും മറുകല്യാണവും ഒക്കെ നടക്കും. അപ്പറഞ്ഞതിന്റെ കോൾ എനിക്ക് മനസ്സിലായി. കുമാരേട്ടൻ മാളുവിനെ കെട്ടുന്നതിന് അസൂയ നിനക്ക്. ഓ, കുമാരേട്ടൻ കുറെ കെട്ടും. കെട്ടാന്ന് പറഞ്ഞ് കാര്യമൊന്നും കിട്ടും. അതിന്റെ കൊഴുപ്പ് ചിലവരുടെ ദേഹത്തുണ്ടേ. കുമാരേട്ടനെ കെട്ടാൻ പൂതിയുള്ളവർക്ക് കെട്ടാം. അതിനെന്നോട് ചിലക്കണ്ട. എനിക്കിട്ട് കുമാരേട്ടനെ കെട്ടും വേണ്ട. വാ മായ, നമുക്ക് പോവാം. എന്റെ പേര് ചന്ദ്രി എന്നാണെങ്കിൽ കുമാരേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ ഞാൻ മിന്നു വെട്ടിക്കും. നോക്കിക്കും. നിന്റെ മോഹം നടക്കില്ലടി മോളെ. അങ്ങനെയാച്ചാ എന്നെ കെട്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ മൂപ്പര്. എനിക്കങ്ങനെ ഒരു വിചാരവും ഇല്ല. ആഹാ, എന്താ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി?
ഇന്നലെ രാത്രി മലങ്കൊള്ളിൽ ഒത്തോടി. നേരത്തെ കുളിച്ച കോളത്തുനിന്ന് അങ്ങനെയാച്ച നിങ്ങളുടെ മറ്റോളും ഉണ്ടായിരുന്നു കടവില്. ആഹാ, അപ്പൊ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ വിശാലമായ ഒരു കുളി കാണായിരുന്നു അല്ലേ? വിശാലമായ കുളിയല്ല, വിശാലത്തിന്റെ കുളിയും കാണായിരുന്നു. കുമാരേട്ടൻ ഞാൻ തമാശ കേൾക്കാൻ വന്നതല്ല. എന്താ നിങ്ങളുടെ വിചാരം? എന്താ വിചാരം എന്ന് ചോദിച്ചാ, നിന്നെ ഇങ്ങനെ കാണുമ്പോ ചില വിചാരങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാണുമ്പോള്ള പുന്നാരേ ഉള്ളൂ. എന്നെ കാണുമ്പോ കെട്ടാന്ന് പറയും. മാളൂനെ കണ്ട അവളെ ഒടുവി ഞാൻ പുറത്ത് തന്നെ. നീ എങ്ങനെയാടി പുറത്താവുക? എന്തൊക്കെയായാലും നീ എന്റെ തന്നെയാ, മനസ്സിലായോ? നടക്കട്ടെ നടക്കട്ടെ. എന്താടാ ഓടാ ഓടാ തണ്ടി. അയ്യോ കുമാരേട്ടാ, മാളു ഇപ്പൊ ചായ കൊണ്ടുവരും. ഇവിടെ നടക്കുന്ന കാര്യം അമേരിക്കയിൽ എത്തുകയും ചെയ്യും. എന്നാലും ഞാൻ ഒടുങ്ങി കിട്ടണമെന്ന് പറഞ്ഞില്ലേ നീയെ? ചങ്കി കുത്തുന്ന വർത്താനൊന്നും പറയരുത്. നിങ്ങൾ നിർത്താതെ കുരക്കണ കണ്ടപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നീ മാളുവേ, ദേ കുമാരൻ വന്നിരിക്കണോ, അവന് ചായ കൊടുക്ക്. ഇത് ഇങ്ങനെ വലിച്ചു കയറ്റിട്ട് തന്നെയാ കുരക്കണേ. നല്ല സ്വയംഭം സാധനം, അടിച്ച പിപ്പിരി ഇളകണ ജാതി. ഈ പെണ്ണ് ആള് വലുതായിരിക്കണു. ഈ കിടക്കിന് ഞങ്ങളുടെ കല്യാണത്തിന് കൂടെ ഇവളുടെ കാര്യം നോക്കേണ്ടി വരും. അതിനെങ്ങനെയാ മാളൂന് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അല്ലാത്തൊരു തമാശ തന്നെയാ. എങ്ങനെ ഇഷ്ടപ്പെടാനാ? നിനക്ക് ഈ കള്ളുകൂടി ഒന്ന് കുറച്ചൂടെ? അതെങ്ങനെയാ? അമ്മാവന്റെ അല്ലേ മരുമോൻ, പറഞ്ഞിട്ടും കാര്യമില്ല. നീ പോയി അവിടെ. പോയി. ഓ, ഇരുന്ന് കഴിഞ്ഞോ? എന്താ ഇത്ര വൈകിയ? തിന്നാന്നൊരൊറ്റ വിചാരേ ഉള്ളൂ കള്ളന്. മെല്ലെ ചങ്കില് കുടുങ്ങും. പാവം അമ്മച്ചി അമേരിക്കയിലിരുന്ന് ഓരോ നിമിഷവും പുന്നാര മോന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഫോണൊന്നും വന്നില്ലേ? ആഹാ, ഫോൺ വന്നല്ലോ. ഹലോ, ഇത് ഞാനാ. അവൻ ഇപ്പോഴും ദേഷ്യത്തിലാവുമല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, സ്നേഹം കൊണ്ടേ അവനെ ആശ്വസിപ്പിക്കാനാവും. നീ ഉള്ളതാ എനിക്കൊരു സമാധാനം. പിന്നെ വിളിക്കാൻ മോളെ. ശരി. അമ്മച്ചിയാ, കുറച്ചു കഴിയുമ്പോ ഇനിയും വിളിക്കും. ഒന്ന് മെല്ലെ തിന്നെ എന്റെ രാജപ്പ. ഈ രാജപ്പന്റെ ഒരു കാര്യം.
ആ